നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. 2025 ഏപ്രിൽ മാസം 8-ാം തീയതി, അതായത് കൊല്ലവർഷം 1200 ആണ്ട് മീനമാസം 25-ാം തീയതി ചൊവ്വാഴ്ചയും ആയില്യം നക്ഷത്രവും വരുന്ന ദിവസം, അതായത് ശുക്ലപക്ഷ ഏകാദശി, ഉത്തരായന കാലം, വസന്ത ഋതു, ചൈത്രമാസം 18-ാം തീയതി, ശകവർഷപ്രകാരം ചൈത്രമാസം 18-ാം തീയതി സൂര്യോദയം 6:22 AM-നും സൂര്യാസ്തമനം 6:32 PM-നും രാഹുകാലം 3:29 PM മുതൽ 5 PM വരെയും ഗുളികകാലം 12:26 PM മുതൽ 1:58 PM വരെയും യമകണ്ഠകാലം 9:24 AM മുതൽ 10:55 AM വരെയുമാണ്. ഇന്നേ ദിവസം അഭിജിത്ത് മുഹൂർത്തമാകട്ടെ 12:02 PM മുതൽ 12:24 PM വരെയും 12:28 PM മുതൽ 12:50 PM വരെയും തുടരുന്നു. ചന്ദ്രാഷ്ടമമാകട്ടെ ധനുരാശിക്കാർക്ക്. ഇനി നമുക്ക് ഇന്നത്തെ രാശിഫലമെന്ന് നോക്കാം. സൂര്യൻ മീനത്തിലും ബുധൻ സൂര്യൻ മീനത്തിലും ചന്ദ്രൻ കർക്കിടകത്തിലും ചൊവ്വയും കർക്കിടകത്തിൽ, ബുധൻ മീനത്തിൽ, ഗുരു ഇടവത്തിൽ, ശുക്രൻ മീനത്തിൽ, മന്ദൻ മീനത്തിൽ, സർപ്പി മീനത്തിൽ, കേതു കന്നിയിൽ, ഉദയം മീനത്തിൽ, ഗുളികോദയമാകട്ടെ കർക്കിടകം രാശി. ഇനി നമുക്ക് ഈ രാശിചക്രപ്രകാരം 27 നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഫലങ്ങളാണ് ഉണ്ടാകുന്നത്, എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. മകം നക്ഷത്രവും ചൊവ്വാഴ്ചയുമായതിനാൽ നമുക്ക് ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുന്നതും സുബ്രഹ്മണ്യ സ്വാമിയെ പ്രാർത്ഥിക്കുന്നതും ഒരുപാട് ഗുണഫലം ചെയ്യും. വൈക്കം മഹാദേവക്ഷേത്രത്തിൽ 12 വർഷത്തിൽ ഒരിക്കൽ നടക്കുന്ന വടക്കുപുറത്തുപാട്ടിൽ ഭദ്രകാളി അമ്മയുടെ സാന്നിധ്യമുള്ളത് കൊണ്ട് കഴിയുന്നവരെല്ലാം അമ്മയെ അവിടെ പോയി ദർശനം നടത്താം. വൈകിട്ടാണ്. അവിടെ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് ഒരുപാട് ഗുണഫലങ്ങൾ നൽകും. ഇല്ലെങ്കിൽ മനസ്സിൽ അമ്മയുടെ രൂപഭാവത്തിൻ്റെ കളം എഴുത്താണ്, കളം വരച്ചിട്ട് അതിൽ പൂജയാണ്. അപ്പോൾ ആ കളം 4 കൈ മുതൽ 64 കൈകൾ വരെയുള്ള രൂപങ്ങളാണ്. ഓരോ ദിവസവുമായിട്ട് 4, 8, 12 അങ്ങനെ 64 കൈയാണ് അവസാന ദിവസം. അപ്പോൾ ഓരോ ദിവസത്തെയും കളത്തെ മനസ്സിൽ ധ്യാനിച്ച് ചതുർഭുജാംഗിയും അഷ്ടഭുജാംഗിയും ഒക്കെ ആയിട്ടുള്ള അമ്മയുടെ രൂപം മനസ്സിൽ കണ്ടുകൊണ്ട് യൂട്യൂബിൽ തിരക്കിയാൽ ഇഷ്ടം പോലെ കാണാൻ പറ്റും. ആ രൂപം ദർശിച്ചുകൊണ്ട് മനസ്സിലെങ്കിലും അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട്, വൈക്കത്തപ്പനെയും ഭദ്രകാളി അമ്മയെയും പ്രാർത്ഥിച്ച് എല്ലാവരും സർവ്വ ഐശ്വര്യങ്ങൾക്കായിട്ട് പ്രാർത്ഥിക്കൂ. സമസ്ത ശത്രുദോഷങ്ങളും ബാധാദോഷങ്ങളും ദുരിതങ്ങളും എല്ലാം മാറി എല്ലാം ശുഭമായി തീരുന്നതിന് അനുയോജ്യമായ ദിവസമാണ് ചൊവ്വാഴ്ച. അപ്പോൾ തീർച്ചയായിട്ടും അമ്മയുടെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഓം നമഃ ശിവായ ജപിച്ചുകൊണ്ട് തന്നെ ഇന്നത്തെ രാശിഫലത്തിലേക്ക് കടക്കുന്നു. മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിചാരിക്കാത്ത സമയത്ത് അധികാരത്തിൽ നിന്ന് ഒഴിയേണ്ടതായി വരുമെങ്കിലും ഉടനെ തന്നെ പുതിയ നിയമന ഉത്തരവ് ലഭിക്കുന്നതിനുള്ള സാധ്യതയും കാണുന്നു. കാരണം അധികാരത്തിൽ നിന്നൊഴിയുന്നത് ഒരു പുതിയ മാറ്റത്തിന് വേണ്ടിയിട്ടാണ്. ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു അത്ഭുതമാണ് നടക്കാനിരിക്കുന്നത്. മനസ്സിന് പ്രയാസമുണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും പിന്നീടുള്ള ഗുണഫലത്തെ ഓർക്കുമ്പോൾ ഇത് വളരെ സന്തോഷം തരുന്നതാണ്. വാർത്താമാധ്യമങ്ങളുമായി ബന്ധപ്പെട്ടവർക്ക് അനുകൂല സമയമാണ്. വസ്തുവകകൾ വിൽപ്പന നടത്തുന്നതിനുള്ള യോഗം വന്നു ചേരും.
സന്ദർഭമനുസരിച്ച് പെരുമാറുക നിമിത്തം കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകും. തെരഞ്ഞെടുപ്പുകളിൽ, മത്സര പരീക്ഷകളിലൊക്കെ വിജയിക്കുവാനുള്ള സാധ്യത കാണുന്നു. ശത്രുശല്യങ്ങൾ ഒരു പരിധിവരെ നിയന്ത്രണത്തിലാവും. ആഡംബര വസ്തുക്കൾ കൈകളിൽ വന്നു ചേരും. ബിസിനസ്സിൽ പ്രയാസങ്ങൾ ഉണ്ടാകുമെങ്കിലും വളരെ തന്ത്രപൂർവം കൈകാര്യം ചെയ്താൽ പ്രയാസങ്ങൾ ഒഴിവാക്കിയെടുക്കാം. രോഗികൾക്ക് ആശ്വാസം ലഭിക്കും. വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് നാട്ടിലേക്ക് വരുവാനുള്ള അവസരം ലഭിക്കും. സർവകാര്യങ്ങളിലും തുടക്കത്തിൽ തടസ്സമുണ്ടാകുമെങ്കിലും പിന്നീട് ശുഭകാര്യങ്ങൾ തന്നെയാണ് സംഭവിക്കുക. തടസ്സമെല്ലാം മാറി എല്ലാം ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ രാശിനാഥനായ സുബ്രഹ്മണ്യസ്വാമിയെയും ഭദ്രകാളി അമ്മയെയും പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി തീരും. ദേഹാരോഗ്യത്തിൽ അതീവ ശ്രദ്ധ പുലർത്തുന്നത് നന്നായിരിക്കും. ഇഷ്ടവസ്തുക്കൾ നഷ്ടപ്പെടാതിരിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ തങ്ങളുടെ കഴിവുകൾ സമ്മർ ക്യാമ്പുകളിലും മറ്റും പ്രകടിപ്പിക്കുവാനുള്ള അവസരം ലഭിക്കും. ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുന്ന സമയമാണ്. വാണിജ്യ വ്യവസായങ്ങൾ നടത്തുന്നവർക്ക് അനുകൂലമായ സാഹചര്യമാണ്. അപവാദങ്ങളും ധനനഷ്ടങ്ങളുമൊക്കെ അല്പസ്വല്പം വന്നാൽ പോലും പ്രതീക്ഷിക്കുന്ന തരത്തിൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കും. ഭൂമി വിൽപ്പനയുടെ കാര്യത്തിൽ അല്പം തടസ്സം വരും. സന്താനങ്ങളുടെ ഉയർച്ചയ്ക്കായി പ്രാർത്ഥിക്കുന്നതിന് ഏറ്റവും അനുയോജ്യമായ സമയമാണ്. ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ സമയബന്ധിതമായി തീർക്കുവാനായി മഹാദേവന്റെ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക. എല്ലാം ശുഭമായി തീരും. ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികൾ സഹകരണത്തിൽ പ്രവർത്തിക്കുന്നതിനാൽ കമ്പനികളിൽ ഐക്യമുണ്ടാവുകയും പ്രൊഡക്ടിവിറ്റി വർദ്ധിക്കുകയും ചെയ്യും. പോലീസ്, മെഡിക്കൽ എന്നീ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് അല്പം സന്തോഷിക്കുവാനുള്ള അവസരം വന്നു ചേരും. സൈന്യത്തിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് അവരുടെ ആനുകൂല്യങ്ങൾ ചിട്ടപ്പെടുത്തി കിട്ടുന്നതിനുള്ള സാധ്യതയും കാണുന്നു. ജീവിതത്തിൽ അടുക്കും ചിട്ടയും വന്നു ചേരും. തസ്കര ശല്യം ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കായിക മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. ദൂരയാത്രകൾ ഗുണകരമായിരിക്കും. സന്താനങ്ങളുമായി അഭിപ്രായ ഐക്യത്തോടെ പ്രവർത്തിക്കുവാൻ കുടുംബയോഗങ്ങൾ അല്ലെങ്കിൽ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുകയും തുറന്ന് സംസാരിക്കുകയും ചെയ്യുന്നത് നന്നായിരിക്കും. കൂട്ടപ്രാർത്ഥനയ്ക്കും ഫലമുണ്ടാകും. സ്നേഹിതരുമായി ചെറിയ യാത്രകൾ സംഘടിപ്പിക്കും. ബന്ധുക്കളുമായി രമ്യതയിൽ പ്രവർത്തിക്കും. ഉദ്യോഗത്തിൽ സ്ഥാനമാറ്റമോ സ്ഥലം മാറ്റമോ സംഭവിച്ചേക്കാം. വീട് പുതുക്കി പണിയുന്നതിനുള്ള ആലോചനയുണ്ടാകും. അപ്രതീക്ഷിതമായി ചെറിയ രീതിയിലുള്ള ധനാഗമ മാർഗങ്ങൾ തുറന്നു കിട്ടും. കലാകാരന്മാർക്ക് പേരും പ്രശസ്തിയും ലഭിക്കും. ശത്രുശല്യം ഉണ്ടാകുമെങ്കിലും ഇതിനെ നയപൂർവ്വം തടസ്സപ്പെടുത്തുവാൻ കഴിയും. വിലപിടിപ്പുള്ള വസ്തുക്കൾ സ്വന്തമാക്കും. ചില കൂട്ടുകെട്ടുകൾ കാരണം അല്പം അപവാദ ഭയം ഉണ്ടായാലും പിന്നീട് അതിനെയെല്ലാം വ്യക്തമായി നമുക്ക് പൊതുജനത്തിനെ ബോധ്യപ്പെടുത്തുവാൻ സാധിക്കും. മാതൃപിതൃഭാവങ്ങൾക്ക് അനുകൂല സമയമാണ്. ഇണയ്ക്കും തുണയ്ക്കുമൊക്കെയായി സന്തോഷമായി, ഇണയും തുണയും സന്താനങ്ങളുമൊക്കെയായി സന്തോഷത്തോടെ സമാധാനത്തോടെ സർവ്വ ഐശ്വര്യത്തോടു കൂടി ജീവിക്കുവാനുള്ള എല്ലാ സൗഭാഗ്യങ്ങളും മഹാലക്ഷ്മി അനുഗ്രഹിച്ചു തരും. അമ്മയോടൊപ്പം ഭദ്രകാളി അമ്മയെ കൂടി പ്രാർത്ഥിച്ച് മഹാദേവന്റെ അനുഗ്രഹത്താൽ ഏകാദശി ദിവസമായതുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹം കൂടി വരുമ്പോൾ ദിവസം കൂടുതൽ ശോഭനമായി തീരും. മിഥുനം രാശി. സർവകാര്യങ്ങൾക്കും തടസ്സം നേരിടുമെങ്കിലും ഏകാദശി ദിവസമായതിനാൽ, അതും ശുക്ലപക്ഷ ഏകാദശി ആയതിനാൽ മനസ്സറിഞ്ഞ്
ഭഗവാനെ ശ്രീകൃഷ്ണസ്വാമിയെ ഗുരുവായൂരപ്പനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം മംഗളമായി ഭവിക്കും. ഗ്രഹത്തിൽ ചില അനിഷ്ട സംഭവങ്ങൾ വരുവാനിടയുണ്ട്. കർമ്മരംഗം പൊതുവെ അതൃപ്തി ഉള്ളതായി തീരും. എന്നാൽ അടുക്കും ചിട്ടയുമായ പ്രവർത്തനങ്ങൾ കൊണ്ട് എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ സാധിക്കും. വിദേശത്ത് ജോലിയുള്ളവരിൽ നിന്നും ധനസഹായമോ നല്ല വാക്കുകളോ ശ്രവിക്കുവാനിടയാവും. ജോലിക്കയറ്റവും പ്രതീക്ഷിക്കാം. കൂട്ടുകച്ചവടക്കാർക്ക് അനുകൂല സമയമാണ്. കലാകാരന്മാർക്കും കൂടുതൽ അവസരങ്ങൾ ലഭിക്കും. ദാമ്പത്യ സൗഖ്യമുണ്ടാകും. മേലുദ്യോഗസ്ഥരിൽ നിന്നും സഹായം ലഭിക്കും. അന്യൻ്റെ ധനമെടുത്ത് ചിലവഴിക്കുവാനുള്ള പ്രവണത ഉണ്ടാകും. പുതിയ ചില ബന്ധങ്ങൾ വന്നു ചേരും. പൂർവിക സ്വത്ത് കൈകാര്യം ചെയ്യാനുള്ള അനുമതി ലഭിക്കും. പുതിയ വാഹനം വാങ്ങുവാനുള്ള ആലോചനയുണ്ടാകും. കാർഷിക മേഖലയിൽ അല്പസ്വല്പം ലാഭം പ്രതീക്ഷിക്കാം. വിവാഹാദി മംഗളകാര്യങ്ങൾക്കായുള്ള തീരുമാനങ്ങൾ ഉണ്ടാകും. വിഷമകരമായ വാർത്തകൾ ശ്രവിക്കുമെങ്കിലും മനസ്സാന്നിധ്യത്തോടെ എല്ലാം അതിജീവിക്കുവാനുള്ള ഒരാർജവം ഭദ്രകാളി അമ്മ നൽകും. സ്വന്തം ഭൂമിയിൽ നിന്ന് വരുമാനമുണ്ടാകും. കർമ്മരംഗം പുരോഗമിക്കും. സ്ത്രീകൾക്ക് പുതിയ ആഭരണങ്ങൾ വന്നു ചേരും. മനോവിഷമം മാറിക്കിട്ടും. ചിന്തിച്ചുറപ്പിച്ച കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ സാധിക്കും. ഉപാസനാദി കാര്യങ്ങൾക്ക് പ്രത്യേകം സമയം കണ്ടെത്തും. ഉദ്യോഗക്കയറ്റവും സ്ഥലം മാറ്റവും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് ഭദ്രകാളി അമ്മയെ മനസ്സാൽ വന്ദിച്ചുകൊണ്ട് കുടുംബ പരദേവതയെ പ്രാർത്ഥിച്ചുകൊണ്ട് ഏകാദശി നാളിൽ വ്രതമെടുത്ത് ഓം നമോ ഭഗവതേ വാസുദേവായ അല്ലെങ്കിൽ ഹരേ രാമ 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 ഹരേ ഹരേ നാരായണീയം വായിക്കുക, വിഷ്ണു സഹസ്രനാമം ജപിക്കുക, നമശിവായ ജപിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എല്ലാ കഷ്ടതകളും മാറി സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഒക്കെ അനുഭവയോഗ്യമായി തീരും. കർക്കിടകം രാശി. കർക്കിടകം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വയം നിർമ്മിച്ച വസ്തുക്കൾക്ക് മാർക്കറ്റിൽ നല്ല വിജയം കൈവരിക്കുവാൻ സാധിക്കും. വിലപ്പെട്ട രേഖകൾ കൈകളിൽ വന്നു ചേരും. അതായത് പ്രത്യേക വിപണന തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിക്കുവാനുള്ള സർക്കാരിൽ നിന്നല്ലെങ്കിൽ പഞ്ചായത്ത് തലത്തിൽ അല്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ നിന്ന് അനുമതി ലഭിക്കും. ഗൃഹത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും. വിപരീതമായി ചിന്തിച്ച് മനസ്സ് വിഷമിക്കുമെങ്കിലും എല്ലാം മംഗളമായി തീർക്കുന്നതിന് ദുർഗാദേവിയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കും. ബിസിനസ്സിൽ ആദായം വർദ്ധിക്കും. പ്രതികൂല ശക്തികൾ ബിസിനസ്സിൽ തടസ്സങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിക്കുമെങ്കിലും സമയബന്ധിതമായി എല്ലാം കണ്ടെത്തി അവയെ തന്ത്രപൂർവം പരിഹരിക്കുവാൻ സാധിക്കും. എല്ലാ കാര്യങ്ങളിലും ദൈവാനുകൂല്യമുണ്ടാകും. സംഭാഷണങ്ങൾ ശത്രുക്കളെ സൃഷ്ടിക്കും. അതുകൊണ്ട് വാക്മൊഴി വളരെ ശ്രദ്ധിക്കുക. സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് ജോലി സ്ഥിരതയുടെ അറിയിപ്പ് ലഭിക്കും. ഏർപ്പെടുന്ന കാര്യങ്ങളിൽ വിജയമുണ്ടാകും. സർക്കാർ ഉദ്യോഗത്തിനായി ആഗ്രഹിച്ചിരുന്നവർക്ക് സെലക്ഷൻ മെമ്മോ വരെ കിട്ടുവാനുള്ള അല്ലെങ്കിൽ അനുകൂലമായ സാഹചര്യം വന്നു ചേരും. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ക്യാമ്പുകളിലൊക്കെ അതുപോലെ തന്നെ ഉദ്ദേശിച്ച വിഷയങ്ങൾ പഠിക്കുന്നതിനൊക്കെയുള്ള സാഹചര്യം വന്നു ചേരും. സമ്മർ ക്യാമ്പുകളിലൊക്കെ അവധി സമയം കഴിച്ചുകൂട്ടാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ പൂർണ്ണമായി വിനിയോഗിക്കുവാനുള്ള അവസരവും ലഭിക്കും. ഉദ്ദേശിച്ച കാര്യത്തിൽ തടസ്സമുണ്ടാകുമെങ്കിലും സർക്കാർ ആനുകൂല്യത്താൽ എല്ലാം പരിഹരിക്കപ്പെടും. മുതിർന്ന വ്യക്തികളിൽ നിന്നും അനുഗ്രഹങ്ങൾ ലഭിക്കും. ക്രയവിക്രയങ്ങളിൽ നിന്നും ലാഭമുണ്ടാകും. കൃഷിയിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം. ഭൂമിയിൽ നിന്നുള്ള വരുമാനം അല്പസ്വല്പം വർദ്ധിക്കും. കളവ് മുതൽ തിരികെ ലഭിക്കും. സമ്പാദ്യങ്ങളിൽ ഒരു നല്ല ഭാഗം നല്ല കാര്യങ്ങൾക്കായി വിനിയോഗിക്കും. സന്താനങ്ങൾക്ക് ഉന്നത വിദ്യാഗുണമുണ്ടാകും. പ്രായമായവർക്ക് അസുഖം വർദ്ധിക്കുമെങ്കിലും
എല്ലാം ശുഭമായിത്തീരുന്നതിന് ദുർഗാദേവിയെയും ഭദ്രകാളിയമ്മയെയും പ്രാർത്ഥിച്ച് നമഃശിവായ ജപിക്കുമ്പോൾ ഓം നമോ നാരായണായ എന്ന അഷ്ടമാക്ഷര മന്ത്രം ജപിക്കുമ്പോൾ എല്ലാം മംഗളമായി തീരുന്നതാണ്. ചിങ്ങം രാശി. ചിങ്ങം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ പ്രവർത്തകർക്ക് സംഘടനാപരമായ കഴിവുകൾ വർദ്ധിപ്പിക്കാനുള്ള അല്ലെങ്കിൽ അവരുടെ കഴിവുകൾ നല്ല രീതിയിൽ പ്രകടിപ്പിക്കുവാനുള്ള അവസരം ലഭിക്കും. സുഖഭോഗങ്ങൾക്കായി പരമാവധി ശ്രമങ്ങൾ നടത്തും. വളരെ കാലമായി വെച്ചു പുലർത്തിയിരുന്ന പല ആഗ്രഹങ്ങളും സാധിക്കുന്നതിനുള്ള അവസരം വന്നു ചേരും. വിദ്യാഭ്യാസ രംഗത്ത് ഏത് മേഖലയിൽ പഠിക്കുന്നവർക്കും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ പറ്റുന്ന അവസരം വന്നു ചേരും. പല കാര്യങ്ങളിലും വളരെ ആവശ്യത്തോടെ ഇടപെടുകയും അതിലൊക്കെ വിജയസാധ്യതയും തെളിഞ്ഞു വരുന്നതാണ്. വൈവാഹിക ബന്ധം സുദൃഢമാകും. ബാങ്കിങ് മേഖലയിലുള്ളവർക്ക് നല്ല സമയമാണ്. പൂർവിക സ്വത്തുക്കൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള അനുമതി ലഭിക്കും. എന്നാൽ അല്പം തർക്കമുണ്ടാകാനുള്ള സാധ്യതയും ഇല്ലാതില്ല. വീട് വാങ്ങുകയോ പണിയിക്കുകയോ ചെയ്യുന്നതിനുള്ള ആലോചനയും ഉണ്ടാകും. ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കും. ഉന്നത വ്യക്തികളുമായി ബന്ധം പുലർത്തും. കലാപ്രവർത്തനം മുഖേന ധനാഗമം പ്രതീക്ഷിക്കാം. കളവിനും വഞ്ചനയ്ക്കും വിധേയമാവുന്ന സന്ദർഭമാണ്. കൂട്ടുകെട്ടുകളാൽ ചതി വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ആരെയും അമിതമായി വിശ്വസിക്കരുത്. സഹോദരങ്ങളുടെ സഹായത്തോടെ പല ഏജൻസികളും ഏറ്റെടുത്ത് നടത്തുവാനുള്ള സാധ്യതകൾ തെളിഞ്ഞു വരും. ഏത് തൊഴിലുള്ളവർക്കും ആ രംഗത്ത് ഉയർച്ച ഉണ്ടാകും. ദൂരയാത്രകൾ വേണ്ടിവരും. അപ്രതീക്ഷിതമായ അധ്വാനിക്കാത്ത പണം, അതായത് പരദ്രവ്യ യോഗവും കാണുന്നു. എല്ലാം അനുഭവയോഗ്യമാക്കി തീർക്കുന്നതിന് ഏകാദശി നാളായതുകൊണ്ട് വ്രതമെടുത്ത് ഗുരുവായൂരപ്പനെ, സാക്ഷാൽ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത്, ദാനം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അതുപോലെ തന്നെ ചൊവ്വാഴ്ചയായതുകൊണ്ട് ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുമ്പോൾ, മനസ്സറിഞ്ഞ് വിളിക്കുമ്പോൾ അമ്മ വിളി കേൾക്കും. ചോറ്റാനിക്കര ഭഗവതി, കൊടുങ്ങല്ലൂരമ്മ, മലയാലപ്പുഴ ദേവി, മാടായിക്കാവിലമ്മ, അങ്ങനെ ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുക. കുടുംബ പരദേവതയെ പ്രാർത്ഥിക്കുക. ഭദ്രകാളിപ്പത്ത് ജപിക്കുക. അവരവരുടെ ഉപാസനാമൂർത്തികളെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ രാശിനാഥനായ സൂര്യഭഗവാനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ ആഗ്രഹിച്ച കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ നടത്തുന്നതിനും അതുവഴി സന്തോഷം അനുഭവിക്കുന്നതിനുമുള്ള യോഗം ഉണ്ടാകും. കന്നിക്കൂറ്. കന്നിരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ കേന്ദ്രങ്ങളിൽ നിന്നും എന്തെങ്കിലുമൊക്കെ ആനുകൂല്യങ്ങൾ ലഭിക്കുവാൻ, അതായത് സ്കോളർഷിപ്പ് തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കുവാനുള്ള അനുമതി ലഭിക്കും. ജീവിത നിലവാരം ഉയരും. വീട്ടിൽ മംഗളകർമ്മങ്ങൾ നടക്കുവാനുള്ള യോഗം കാണുന്നു. വസ്ത്രങ്ങളും ആഡംബര വസ്തുക്കളും സ്വന്തമായി ലഭിക്കും. പ്രധാന രേഖകൾ, പ്രമാണങ്ങൾ എന്നിവ അധീനതയിൽ വന്നു ചേരും. സംഭാഷണ ചാതുര്യം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ആരെയും ആകർഷിക്കാൻ കഴിയും. ധാരാളം എഴുത്തുകുത്തുകൾ നടത്തിയേക്കും. ദൂരയാത്രകൾ അല്പം ഉപേക്ഷിക്കേണ്ടതായി വരും. തറവാട്ട് സംബന്ധമായ പ്രശ്നങ്ങളിൽ വ്യക്തിഗത തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും. ഭൂമിയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ആദായം ലഭിക്കും. ഹർജികളും നിവേദനങ്ങളും മാനിക്കപ്പെടും. വാഹനങ്ങളോ വീടോ മാറ്റി വാങ്ങുന്നതിനുള്ള ഒരു സാഹചര്യം വന്നു ചേരും. അതിനുള്ള ആലോചനകൾ വിജയിക്കും. വീട്ടിൽ പൂജാതി മംഗളകർമ്മങ്ങൾ നടത്തും. ജോലിസ്ഥലത്ത് പുതിയ ശത്രുക്കളെ സൃഷ്ടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഡിഫൻസ് ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിനുള്ള അവസരം വന്നു ചേരും. അത്യധ്വാനത്തിന് പ്രതിഫലം ലഭിച്ചെന്നും വരാം. അല്പം കുറഞ്ഞാൽ പോലും ക്ഷമയോടെ കാത്തിരിക്കുക. അർഹിക്കുന്ന പ്രതിഫലം തന്നെ ലഭിക്കും. എല്ലാ രംഗത്തും സ്വാതന്ത്ര്യവും അന്തസ്സും നിലനിർത്തും. വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. വാഗ്ദോഷം വരാതിരിക്കുവാൻ മനസ്സറിഞ്ഞ് മൂകാംബിക അമ്മയെ പ്രാർത്ഥിക്കണം. തർക്കങ്ങളിലും വാദപ്രതിവാദങ്ങളിലും ഏർപ്പെടാനുള്ള
അവസരം വന്നു ചേരും. ഗ്രന്ഥങ്ങൾക്ക്, അതായത് പുസ്തക രചനകൾക്കും കലാപ്രവർത്തനങ്ങൾക്കും ആത്മീയ കാര്യങ്ങൾക്കുമായി പണം ചിലവഴിക്കാനുള്ള സാഹചര്യം വന്നു ചേരും. പിതൃസ്വത്തുക്കൾ അനുഭവയോഗ്യമാകും. പല അത്യാഹിതങ്ങളിൽ നിന്നും മൂകാംബികാദേവി രക്ഷിക്കുന്നതായി തോന്നും. എന്തായാലും ഈ ദിവസം കൂടുതൽ അർത്ഥപൂർണമായി തീരുന്നതിന് ചൊവ്വാഴ്ചയായതുകൊണ്ട് ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുന്നതും, അതുപോലെ ഏകാദശി, ശുക്ലപക്ഷ ഏകാദശി ആയതുകൊണ്ട് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നതും കൂടുതൽ ശോഭനമായി തീരും. ദിവസം അർത്ഥപൂർണമായി തീരട്ടെ, ഐശ്വര്യപൂർണമായി തീരട്ടെ, കുടുംബ പരദേവതയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊള്ളുന്നു. തുലാരാശി. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വന്തം വീട് ഉപേക്ഷിച്ച് വാടക വീട്ടിൽ താമസിക്കേണ്ടതായ സാഹചര്യം വന്നു ചേരും. പുതിയ വ്യക്തികളുമായി സൗഹൃദം പുലർത്തും. ഉപദേശങ്ങൾക്കും നിർദ്ദേശങ്ങൾക്കുമായി മറ്റുള്ളവരെ സമീപിച്ചെന്നു വരും. വിദ്യാഭ്യാസ കാര്യങ്ങളിൽ അല്പം പുരോഗതി ഉണ്ടാവും. എല്ലാ കാര്യങ്ങളിലും വിശാല വീക്ഷണം നിലനിർത്തും. എഴുത്തുകുത്തുകൾ ഫലവത്തായി തീരും. അകാരണമായ ഭീതി മനസ്സിലുണ്ടാകും. സന്താനങ്ങൾക്ക് ശ്രേയസ് ഉണ്ടാകും. ഔഷധവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ഡോക്ടർമാർക്കും അനുകൂല സമയമാണ്. ഭൂമിയിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത ആദായം ലഭിക്കും. ഹർജികളും നിവേദനങ്ങളും മാനിക്കപ്പെടും. പുതിയ ശത്രുക്കളെ സൃഷ്ടിക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വിദേശത്ത് ജോലിയുള്ളവർക്ക് സാമ്പത്തിക ലാഭമുണ്ടാകും. ജോലിക്കയറ്റം പ്രതീക്ഷിക്കാം. പുതിയ തൊഴിലവസരങ്ങളും ഉണ്ടാകും. കൂട്ടുകച്ചവടക്കാർക്ക് നഷ്ടം സംഭവിച്ചേക്കും. ഭൂമി വിൽക്കുന്നവർക്ക് പ്രതീക്ഷിച്ച ലാഭം കിട്ടിയെന്ന് വരില്ല. ഒരു കാര്യത്തിലും ഉറച്ച തീരുമാനമെടുക്കാൻ സാധിച്ചെന്ന് വരില്ല. ഉദ്യോഗ കയറ്റത്തിന് കാലതാമസം നേരിടുമെങ്കിലും സർക്കാർ ആനുകൂല്യം ലഭിക്കും. എന്നിരുന്നാൽ പോലും സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിച്ചുകൊണ്ടിരിക്കും. സാമ്പത്തിക ഞെരുക്കം അല്പസ്വല്പം അനുഭവപ്പെടും. വീട്ടിൽ ചില മരാമത്ത് പണികൾ നടത്തേണ്ടതായി വരും. വേണ്ടത്ര ശാരീരിക സുഖവും മാനസിക സുഖവും കുറഞ്ഞു വരും. ദൈവാനുകൂല്യമുള്ളതിനാൽ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിക്കാനുള്ള ആർജവം രാശിനാഥയായ മഹാലക്ഷ്മി നൽകുന്നതാണ്. ഏകാദശി ദിവസമായതിനാൽ ഓം നമോ നാരായണായ ജപിക്കുന്നത്, വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത്, ഭദ്രകാളിപ്പത്ത് ചൊവ്വാഴ്ചയായതുകൊണ്ട് ഭദ്രകാളിപ്പത്ത് ജപിക്കുന്നത്, കാളിമാതായെ ഉപാസിക്കുന്നതൊക്കെ ശുഭഫലങ്ങൾ നൽകും. വൃശ്ചിക രാശി. ഭൂമി വാങ്ങുകയോ ഉള്ളതിൻ്റെ വിസ്താരം വർദ്ധിപ്പിക്കുകയോ ചെയ്യും. സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങളിൽ തീരുമാനമെടുക്കും. പല രംഗങ്ങളിൽ നിന്നും പണം കിട്ടുമെങ്കിലും അത് പ്രതീക്ഷിച്ച രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കാതെ വരും. ലാഭം ഉദ്ദേശിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ഗുണം ലഭിക്കണമെന്നില്ല. എല്ലാ രംഗങ്ങളിലും അല്പം കാലതാമസം നേരിടും. പ്രവർത്തനശേഷി വർദ്ധിക്കും. സാമ്പത്തിക നില അല്പസ്വല്പമായി മെച്ചപ്പെടും. പുതുതായി വ്യവസായങ്ങൾ ആരംഭിക്കും. വിഷമം പിടിച്ച കാര്യങ്ങൾ ദൈവാനുകൂല്യം കൊണ്ട് നേരെയാവുന്നതാണ്. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ഉയർച്ചയും ധനലാഭവും പ്രതീക്ഷിക്കാം. പല ജോലികളിലും പ്രവർത്തിക്കുമെങ്കിലും ഒന്നിലും മനസ്സംതൃപ്തി ഉണ്ടാവുകയില്ല. തൊഴിലിലും വ്യവസായത്തിലും തടസ്സങ്ങൾ വരാം. സ്ത്രീജനങ്ങൾ മുഖേന മനഃശല്യവും വരാം. ഉയർച്ചയിലുള്ള അസൂയ കാരണം സഹപ്രവർത്തകരിൽ നിന്നും പ്രയാസങ്ങൾ നേരിടും. എല്ലാ രംഗങ്ങളിലും വിജയിക്കുമെങ്കിലും സാമ്പത്തികമായി പുരോഗതി കാണില്ല. മനസ്സ് സദാ വേദനിച്ചു കൊണ്ടിരിക്കും. അയൽക്കാരുമായി അഭിപ്രായ വ്യത്യാസത്തിന് യോഗം കാണുന്നു. വ്യവഹാരാദികളിൽ തൃപ്തികരമായ വിജയമുണ്ടായിരിക്കുകയില്ല. സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറി മംഗളകർമ്മങ്ങളിൽ പങ്കുകൊള്ളുവാനുള്ള യോഗം വന്നു ചേരും. നേരത്തെ എഴുതിയിരുന്ന പരീക്ഷകളുടെ റിസൾട്ട് അനുകൂലമായി വരും. പട്ടാളം, പോലീസ് വിഭാഗത്തിൽപ്പെട്ടവർക്ക് പ്രമോഷൻ ലഭിക്കും. രേഖകളിൽ ഒപ്പുവെക്കേണ്ടി വരുമ്പോൾ കൂടുതൽ ശ്രദ്ധാലുവാകുന്നത് നല്ലതാണ്. പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള യോഗം കാണുന്നു. പല കാര്യങ്ങളും പകുതിക്ക് വെച്ച് നിർത്തേണ്ടതായ സാഹചര്യം വരും.
സുഹൃത്തുക്കൾക്ക് വേണ്ടി ജാമ്യം നിൽക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ്. കുടുംബത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും നിലനിർത്തിക്കൊണ്ടുപോകാൻ നന്നേ പാടുപെടും. ഗൃഹനിർമ്മാണത്തിന് ഒരുങ്ങുമെങ്കിലും അല്പം തടസ്സം നേരിടാം. സന്താനങ്ങളുടെ പരീക്ഷാ വിജയം മനസ്സിനും എല്ലാവിധ ഉന്മേഷവും നൽകും. അമ്മ നൽകുന്ന എല്ലാ സൗഭാഗ്യങ്ങളും കൈകൂപ്പി വാങ്ങുക. രാശിനാഥയായ ഭദ്രകാളിയമ്മയുടെ അനുഗ്രഹത്താൽ, ഉപാസനാമൂർത്തിയുടെ അനുഗ്രഹത്താൽ, കുടുംബ പരിദേവതയുടെ അനുഗ്രഹത്താൽ ദിവസം എല്ലാവിധ സൗഭാഗ്യങ്ങളും അർത്ഥപൂർണമായി തീർക്കുന്നതാണ്. ഏകാദശി നാളായതുകൊണ്ട് മഹാവിഷ്ണുവിനെ കൂടി ഓം നമോ നാരായണായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്നുകൂടി ജപിക്കുമ്പോൾ എല്ലാ ഐശ്വര്യവും വന്നു ചേരും. ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഗ്രഹസംബന്ധമായ കാര്യങ്ങൾക്ക് പണം ചിലവഴിക്കേണ്ടി വരും. ആരോഗ്യം ശ്രദ്ധിക്കുന്നത് അത്യാവശ്യമാണ്. പൂർവിക സ്വത്തിൻ്റെ കാര്യത്തിൽ നഷ്ടങ്ങൾ വന്നു ചേരാം. കർമ്മസ്ഥാനത്ത് ബുദ്ധിമുട്ടുകളും വന്നു ചേരാം. അനാവശ്യമായി ചിലവുകൾ വന്നു ചേരും. ബന്ധുക്കളിൽ നിന്നും സഹായമുണ്ടാകും. കർമ്മസ്ഥാനത്ത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരും. ആരോഗ്യം അല്പസ്വല്പം മെച്ചപ്പെടും. പിതാവിൽ നിന്ന് ആനുകൂല്യം ലഭിക്കും. കളത്രഭാവത്തിന് ഗുണമുണ്ടാകും. സാമ്പത്തിക നില അല്പസ്വല്പം മെച്ചപ്പെടും. കർമ്മരംഗം പുരോഗമിക്കും. ഭാഗ്യം കൊണ്ട് വലിയ അപകടങ്ങളിൽ നിന്നും രക്ഷപ്പെടും. ശാന്തതയും സമാധാനവും ലഭിക്കുന്നതിനായി സ്ഥലം മാറ്റം ചിലപ്പോൾ ആവശ്യമായി വരും. ഉദ്യോഗരംഗത്ത് ശത്രുക്കൾ വർദ്ധിക്കും. അകാരണമായി മനോദുഃഖം അനുഭവിക്കേണ്ടതായി വരും. ഭൂമി വിൽക്കുവാനുള്ള തീരുമാനം ഫലപ്രദമാക്കും. വിദേശത്തു നിന്ന് സഹായങ്ങൾ ലഭിക്കും. പുതിയ ബിസിനസ്സുകൾ നടത്തുവാൻ അവസരം വന്നു ചേരും. ചീത്ത കൂട്ടുകെട്ട് നിമിത്തം പണം നഷ്ടപ്പെടുവാനിടയുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യുകയും രാശിനാഥനായ മഹാവിഷ്ണുവിനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുകയും വ്യാഴപ്രീതികരമായ കർമ്മങ്ങൾ ചെയ്യുക. ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് സദാസമയം ജപിക്കുക. ഗുരുവായൂരപ്പനെ മനസ്സറിഞ്ഞ് വിളിക്കുക. അതുപോലെ തന്നെ ഭദ്രകാളി അമ്മയെ കൂടി ഉപാസിക്കുമ്പോൾ കൊടുങ്ങല്ലൂരമ്മ, മാടായിക്കാവിലമ്മ, വൈക്കം മഹാദേവ ക്ഷേത്രത്തിൽ നടക്കുന്ന വടക്കുപുറത്ത് പാട്ടിലൊക്കെ പങ്കെടുക്കാൻ സാധിക്കുകയാണെങ്കിൽ മനസ്സുകൊണ്ടെങ്കിലും അമ്മയ്ക്കൊരു നാളം തിരിതെളിച്ച് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ എല്ലാ വിഷമതകളും മാറി സന്തോഷവും സമാധാനവും അനുഭവത്തിൽ വരും. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ക്ഷേത്രകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടതായി വരും. ജീവിതത്തിൽ നഷ്ടപ്പെട്ടെന്ന് കരുതിയ എല്ലാ കാര്യങ്ങളും തിരിച്ചു പിടിക്കാനാകും. മനസ്സിന് ഉന്മേഷവും ഉണർവും ലഭിക്കും. മാധ്യസ്ഥതയിൽ നേട്ടമുണ്ടാകും. സഹോദരിയുടെ വിവാഹത്തിനായി പണം ചെലവഴിക്കേണ്ടതായി വരും. മാന്യ വ്യക്തികളിൽ നിന്ന് പ്രശംസ പിടിച്ചുപറ്റും. കുടുംബ സൗഖ്യം വർദ്ധിക്കും. തെറ്റി നിൽക്കുന്ന കുടുംബജനങ്ങൾ തിരിച്ചെത്തും. വിദേശത്തുള്ള സന്താനങ്ങൾക്ക് പുരോഗതി ഉണ്ടാകും. കച്ചവടം നടത്തുന്നവർക്ക് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരിൽ നിന്നും ആനുകൂല്യങ്ങളും അംഗീകാരങ്ങളും പ്രോത്സാഹനവും ലഭിക്കും. വേണ്ടപ്പെട്ടവരുടെ വേർപാട് മനസ്സിനെ അല്പം പ്രയാസപ്പെടുത്തും. പ്രവർത്തന രംഗത്ത്, കർമ്മസ്ഥാനത്ത് പുതിയ മാറ്റങ്ങൾ വന്നു ചേരുന്ന സമയമാണ്. വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ വിജയമുണ്ടാവുകയും പുതിയ കോഴ്സുകൾ പഠിക്കുന്നതിനുള്ള അനുമതി ലഭിക്കുകയും ചെയ്യും. വാക്തർക്കങ്ങൾ കാരണം സമീപവാസികൾ ശത്രുക്കളായിത്തീരും. വാഗ്ദോഷം ഒഴിവാക്കേണ്ടതാണ്. വിദേശവാസികൾക്ക് നല്ല സമയമാണ്. സന്താനങ്ങൾക്ക് ആരോഗ്യവും അവരുടെ ആരോഗ്യകാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കുന്നത് നന്നായിരിക്കും. മനസ്സിൻ്റെ ടെൻഷനൊക്കെ മാറി എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ സൗഭാഗ്യങ്ങളും അനുഭവിക്കുവാൻ രാശിനാഥനായ ശനീശ്വരനെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഭദ്രകാളി അമ്മയെയും പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ ഏകാദശിയായതിനാൽ മഹാവിഷ്ണുവിനെ കൂടി ഓം നമോ നാരായണായ ജപിച്ച് മഹാവിഷ്ണുവിനെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ എല്ലാം ശുഭമായി തീരുന്നതാണ്. കുംഭം രാശി. വ്യവസായങ്ങളിൽ നിന്ന് വരുമാനം ലഭിക്കും. സമയക്കുറവുകളും
കുറവ് മൂലം പല ജോലികളും ചെയ്തു തീർക്കുവാൻ പറ്റാതെ വരും. വാക്തർക്കങ്ങളിൽ വിജയിക്കും. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് വളരെ അനുകൂലമായ സാഹചര്യം വന്നു ചേരും. സഹായികളിൽ നിന്നും മേലുദ്യോഗസ്ഥരിൽ നിന്നും വേണ്ടത്ര ഗുണം ലഭിക്കില്ല. രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അധികാരസ്ഥാനത്തേക്ക് ഉയരുവാൻ സാധിക്കും. ആഡംബര വസ്തുക്കളുടെ ഏജൻസി എടുക്കുന്നതും അതിൽ നല്ല ആദായം ലഭിക്കുന്നതുമാണ്. സന്താന ജന്മം കൊണ്ട് വീട്ടിൽ സന്തോഷം, സമാധാനവും ഐശ്വര്യവും വന്നു ചേരും. ആരോഗ്യനില തൃപ്തികരമായിരിക്കും. മാതാവിന് ദേഹാസ്വാസ്ഥ്യം വരാം. ശാരീരിക ക്ലേശം നിമിത്തം പല കാര്യങ്ങളും മാറ്റിവെക്കേണ്ടതായും വരാം. സുഹൃത്തുക്കളുമായി ഉല്ലാസയാത്ര സംഘടിപ്പിക്കുമെങ്കിൽ ശാരീരിക അസ്വാസ്ഥ്യം മൂലം ഒഴിഞ്ഞു നിൽക്കേണ്ടതായി വരും. പുതിയ കർമ്മങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നത് പോലെ അല്പം താമസിക്കേണ്ടി വരും തുടങ്ങിക്കിട്ടുവാൻ. പ്രകൃതിക്ഷോഭം മൂലം കാർഷിക വിളകൾക്ക് അല്പം നാശം സംഭവിക്കുവാനും യോഗം കാണുന്നു. കൃഷിയിൽ നഷ്ടവും വരാം. ദൂരയാത്രകൾ ഗുണകരമാണെങ്കിലും യാത്ര ചെയ്യുവാൻ പറ്റാതെ വരുന്ന സാഹചര്യം ഒഴിവാക്കുക. കഴിയുന്നതും ശ്രദ്ധയോടെ രാശിനാഥനായ ധർമ്മശാസ്താവിനെ ശബരിമലയിൽ ഉത്സവം നടക്കുന്ന അവസരമായതിനാൽ ശ്രീധർമ്മശാസ്താവിനെ മനസ്സറിഞ്ഞ് വിളിച്ച് ഏകാദശിയായതിനാൽ മഹാവിഷ്ണുവിനെ കൂടി പ്രാർത്ഥിച്ച് ചൊവ്വാഴ്ചയായതിനാൽ ഭദ്രകാളി 10 ജപിച്ച് എല്ലാ കഷ്ടതകളും ഒഴിവാക്കൂ. അമ്മയുടെ അനുഗ്രഹത്താൽ എല്ലാം മംഗളമായി നടക്കും. മീനം രാശി. പ്രവർത്തന മണ്ഡലങ്ങളിൽ ശത്രുക്കൾ വർദ്ധിക്കും. ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവിധ ആനുകൂല്യങ്ങളും ലഭിക്കും. കാർഷിക തൊഴിൽ മേഖലകളിൽ നല്ല ആദായം പ്രതീക്ഷിക്കാം. ദാനധർമാദികൾക്കായി പണം ചെലവഴിക്കും. ക്രയവിക്രയങ്ങളിൽ ഏജന്റായി പ്രവർത്തിച്ച് ലാഭമുണ്ടാക്കും. വിദ്യാർത്ഥികൾക്ക് ഉന്നത മാർക്ക് ലഭിക്കും. ടെസ്റ്റുകളിലും ഇൻ്റർവ്യൂകളിലും വിജയിക്കും. കരാറുകാർക്ക് കിട്ടാനുള്ള കുടിശ്ശിക കിട്ടും. ബന്ധപ്പെട്ടവരുടെ വിയോഗം കാരണം മനസ്സ് പ്രയാസപ്പെടും. ഗ്രഹാന്തരീക്ഷം സുഖകരമായിരിക്കുമെങ്കിലും അല്പം മനപ്രയാസം എപ്പോഴും അനുഭവിച്ചു കൊണ്ടേയിരിക്കും. കർമ്മസ്ഥാനത്ത് മോടി പിടിപ്പിക്കുവാനുള്ള അവസരം ലഭിക്കും. സ്വന്തത്തിൽപ്പെട്ടവരുടെ വിവാഹത്തിന് വേണ്ടി പണം ചെലവഴിക്കേണ്ടതായി വരും. ഗ്രഹത്തിന് വാസ്തുദോഷം സംഭവിക്കാനിടയുള്ളതിനാൽ പുതിയ ഗ്രഹം വയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. കാര്യങ്ങൾ വളരെ അടുക്കും ചിട്ടയോടും കൂടി ചെയ്യണം. ശാരീരിക ക്ഷീണം അനുഭവപ്പെടും. എങ്കിലും പല കാര്യങ്ങളിലും ഏർപ്പെടുമ്പോൾ മനസ്സ് നിറഞ്ഞ് ഭഗവതിയെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യൂ. അമ്മയുടെ അനുഗ്രഹത്താൽ എല്ലാം മംഗളമായി ഭവിക്കും. സ്പോർട്സിൽ താല്പര്യമുള്ളവർക്ക് വിജയിക്കുവാൻ പറ്റുന്ന സമയമാണ്. പലതരം വിനോദങ്ങളിൽ ഏർപ്പെടും. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് തങ്ങളുടെ അധ്വാനം വിജയിക്കുന്നതാണ്. ബാങ്ക്, ട്രഷറി, റവന്യൂ തുടങ്ങിയ മേഖലയിലുള്ളവർക്ക് കൂടുതൽ അംഗീകാരവും അവസരങ്ങളും വന്നു ചേരും. എല്ലാം ഉദ്ദേശിക്കുന്ന രീതിയിലെല്ലാം ഭംഗിയായി നടത്തിക്കൊണ്ടുപോകാൻ ഏകാദശി നാളായതുകൊണ്ട് രാശിനാഥനായ മഹാവിഷ്ണുവിൻ്റെ അഷ്ടോത്തരം ജപിക്കുന്നത്, വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത്, ഓം നമോ നാരായണായ ജപിക്കുന്നത്, ഭദ്രകാളി 10 ചൊവ്വാഴ്ചയായതുകൊണ്ട് ഭദ്രകാളി അമ്മയെ പ്രാർത്ഥിക്കുന്നത്, ധർമ്മശാസ്താവിൻ്റെ അയ്യപ്പസ്വാമിയുടെ അതായത് ശബരിമലയിൽ ഉത്സവം ഗംഭീരമായി നടക്കുന്ന സ്വാമിയെ വിളിക്കുന്നത്, പ്രാർത്ഥിക്കുന്നത്, വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ വടക്കുപുറത്തുപാട്ടിൻ്റെ ഭാഗമായി നടക്കുന്ന കളം എഴുത്തും പാട്ടിൽ പങ്കെടുക്കുവാൻ അവസരം കിട്ടുമെങ്കിൽ അതിൽ പങ്കെടുക്കുക. മനസ്സുകൊണ്ടെങ്കിലും അവിടെ എത്തി അമ്മയുടെ രൂപം ദർശിച്ചു വണങ്ങൂ. എല്ലാം ശുഭമായി തീരും. 8/4/2025 എല്ലാവർക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും നൽകട്ടെ. ഭഗവാന്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാകട്ടെ. വിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം അതുപോലെ ഓരോരുത്തരും അവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് പ്രാർത്ഥിച്ച് ആഗ്രഹപൂർത്തി വരുവാൻ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.